കണ്ണൂരിലേക്കാണ്. തളിപ്പറമ്പ് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ ഫയർഫോഴ്സിന്റെ പരിശോധന നടക്കുകയാണ്. മാർക്കറ്റ് റോഡിലെ കടകളിലാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പഴയ കെട്ടിടങ്ങളാണ്, പലതും ഇലക്ട്രിക് ലൈനോടൊക്കെ ചേർന്ന് നിൽക്കുന്നതാണ്. അത്തരം സ്ഥലങ്ങളിൽ തീപിടുത്തത്തിനുള്ള സാധ്യത, ഇത്തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ, പ്രാഥമിക പരിശോധനയിൽ എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? ഓക്കെ, നമ്മളിവിടെ മാർക്കറ്റിൽ ആദ്യം മാർക്കറ്റ് ഏരിയയാണ് ഫുള്ള് നോക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ നോക്കുന്നുണ്ട്. മാർക്കറ്റ് ഏരിയ നോക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിന് ഫയർ സേഫ്റ്റി സംവിധാനങ്ങളില്ല. നമുക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ പോലും ഒരു ബിൽഡിങ്ങും ഇല്ല. കാരണം പഴയ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ റൂളൊക്കെ സ്ട്രിക്റ്റ് ആവുന്നതിനും ഉണ്ടായ ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് ഫയർ സേഫ്റ്റി ഇല്ല. മാത്രമല്ല സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, വേസ്റ്റ് കൂട്ടിയിട്ടുണ്ട്. എന്താ ഇത് നിങ്ങളാണോ ഈ സ്ഥലം മേടിച്ചോ? ഈ സ്ഥലം മേടിച്ചോ? ഫുട്പാത്ത് മേടിച്ചോ? കാശിക്കോട്ട് മേടിച്ചോ? ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നത്? ഫുട്പാത്ത് മുകളിൽ ആള് പോകേണ്ടെന്ന് പറയാനുണ്ടോ നിങ്ങൾ? പിന്നെ സ്റ്റെയർ കേസിലും ടെറസിന്റെ മേളിലൊക്കെ കെട്ടിടത്തിൽ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എല്ലാം കണക്ട് ബിൽഡിംഗ് ആണ്. ഒന്നിന് തീ പിടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഒറ്റയടിക്ക് ലൈനായിട്ട് കത്തിപ്പോകുന്നതാണ്. കാരണം 2 സൈഡിലും 4 സൈഡിലും ബിൽഡിംഗ് ആണ്. അപ്പൊ അത് വലിയ അപകടാവസ്ഥയാണ്. എന്താണ് ഇവർക്ക് മുന്നറിയിപ്പാണോ കൊടുക്കുന്നത്? എന്താണ്? തീർച്ചയായും ഇപ്പൊ നമ്മൾ നോട്ടീസ് കൊടുക്കും എല്ലാ കടകൾക്കും. അപ്പൊ എല്ലാ കടകളിലും പരമാവധി ഫയർ എക്സ്റ്റിംഗ്വിഷറുകളെങ്കിലും മിനിമം മേടിച്ച് വെക്കാനും, കുറെ വലിയ ബിൽഡിങ്ങുകളാണ് ഫയർ സിസ്റ്റം ചെയ്യാനും നമ്മൾ പറയുന്നുണ്ട്. സാധാരണ ചെറിയ ബിൽഡിങ്ങുകളൊക്കെയാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഷോപ്പുകൾ, ഇൻഡിവിജ്വൽ ഷോപ്പുകൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ വാങ്ങി വെക്കാം. ഒരു ചെറിയ ഫയറൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ വയറിങ്, പലപ്പോഴും വയറിങ് വളരെ മോശം രീതിയിലാണ് വയറിങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വയറിങ് തന്നെ ഓപ്പൺ വയറിങ് ഉണ്ട്. അതുപോലെ ബോക്സൊക്കെ ഓരോ കടയ്ക്കും അകത്താണ് ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനടുത്ത് തന്നെ സ്റ്റോക്ക് മെറ്റീരിയൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ചെറിയ സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ കത്തി പോകുന്ന രീതിയിലാണ് സ്റ്റോക്ക്. നമ്മുടെ തളിപ്പറമ്പിൽ പ്രധാനമായിട്ട് കണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഈ വഴികൾ പോലും അടച്ച് ഈ സ്റ്റോക്കുകൾ വെക്കുന്നതാണ്. അത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോ? ഓക്കെ, വഴികൾ അടച്ചിട്ട് സ്റ്റോക്ക് വെക്കുന്നുണ്ട് പല കടകളിലും. സ്റ്റെയർ കേസിലേക്ക് പോകുന്ന വഴികളും ടെറസിലേക്ക് പോകുന്ന വഴിയിലൊക്കെ അടച്ചിട്ട് സ്റ്റോക്കുകൾ വെച്ചിരിക്കുകയാണ്. അതുപോലെ കോറിഡോറിലൊക്കെ സ്റ്റോക്ക് വെച്ചിരിക്കുകയാണ്. സ്റ്റോക്കും വേസ്റ്റോ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ദിവസം നമുക്ക് മേലോട്ട് കയറാനും പറ്റില്ല എമർജൻസിയിൽ. മാത്രമല്ല തീ പിടിച്ചാലും മൊത്തത്തിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസും ഉണ്ട്. അതൊരു പ്രശ്നമാണ്. പിന്നെ പല സ്ഥലത്തും ഈ ഫ്ലെക്സ് ഷീറ്റ് ബോർഡൊക്കെ വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ പലതും വുഡ് തടിയുടെ പാനൽ വെച്ചിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് തീ പിടിക്കുന്ന നല്ല പാനലിംഗ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും സ്പ്രെഡ് ആവാൻ, തളിപ്പറമ്പ് സ്പ്രെഡ് ആവാൻ അത്രയും കാരണം ഫ്ലെക്സിന്റെ ഷീറ്റ്, പാനലുകൾ, അപ്പൊ അത് കത്തി വീണ്ടാണ് മേളിലേക്കും താഴേക്കൊക്കെ സ്പ്രെഡ് ആയത്. അപ്പൊ അങ്ങനെയുള്ള പെട്ടെന്ന് തീ പിടിക്കാനുള്ള കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകളൊക്കെയാണ് വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ അതുപോലെ വയറിങ് പുതുക്കുക. നമ്മളത് കൊടുക്കുന്നത് ഈ വയറിങ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും പുതുക്കാൻ വേണ്ടി. പഴയ വയറിങ് ആണെങ്കിൽ അതൊന്ന് റീവയറിങ് ചെയ്യാനും, ELCB സർക്യൂട്ട് ബ്രേക്കറുകൾ വെക്കാനും, ഫയർ എക്സ്റ്റിംഗ്വിഷർ വെക്കാനും, അത്